ഒരു വ്യക്തിയെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോഴേ അതിന് മുന്നേ ഉണ്ട്. എന്താണ്? ജെറമിയ 21:18 പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവം വ്യക്തമായ രീതിയിലൊരു പദ്ധതി എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ വട്ടം കറങ്ങിയാലും കർത്താവ് വിചാരിക്കുന്ന വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഭാരപ്പെടുന്നത്? എന്തിനാ പിന്നെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്? എന്തിനാ നമ്മൾ ഈ കഷ്ടപ്പെട്ട് വേദനിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഈശോ അറിയാതെ നിൻ്റെ തലമുടിയിലെ ഒരു തലമുടി ഇഴ പോലും കൊഴിയുകയില്ലെന്ന് വചനം പറയുമ്പം വചനം കള്ളം പറയത്തില്ല, വചനത്തിന് മാറ്റമില്ല. വചനത്തിൽ എന്തെഴുതി വെച്ചിരിക്കുന്നോ അത് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം നമ്മളോട് വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. മനുഷ്യൻ്റെ വാക്കുകൾ മാറും, മനുഷ്യൻ ഓന്ത് മാറുന്ന പോലെ നിമിഷ നേരം കൊണ്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അത് നമ്മളുടെ ജീവിതത്തെ മുഴുവൻ മുറിവുകൾ കയറ്റി വെച്ച് അതിൻ്റെ പിന്നാലേക്ക് നമ്മൾ പിന്നിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ ഓർക്കുക, നമ്മൾ ഒരു വ്യക്തിയുടെ മുന്നിലും പോയി നമ്മളുള്ള കാര്യങ്ങൾ മുഴുവൻ പറയണ്ട. ഒരാളടുത്ത് പറഞ്ഞിട്ട് നമുക്ക് മതിയാകുന്നില്ല, അടുത്തടുത്തും പോയി എവിടെയും മതിയാകുന്നില്ല. ഇവർ കേൾക്കുന്നവർക്കും അവർക്കും ഇത് കേട്ട് ഇവരും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക, ഇവർക്കും ഉള്ള അവരുടെ സമാധാനം കൂടെ നഷ്ടപ്പെട്ട് അതിൻ്റെ മൂന്നാമത് ഒരാളത്ത് പോയി വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ് എല്ലായിടത്തും പോയിട്ട് നമുക്ക് സമാധാനമില്ല, കേൾക്കുന്നവർക്കും സമാധാനമില്ല. എല്ലാവരും സമാധാനത്തിൽ ഇങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത്രയും പറയുന്ന നേരം കൊണ്ട് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പം നീ ഇനി വന്നേരം എൻ്റെ അടുത്തോട്ട് വന്നേരം ഞാൻ നിന്നെ സഹായിച്ചോളാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാഥൻ ഇവിടെ നമ്മളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ ദൈവത്തെ കാണാൻ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റാതെ വരുന്നു. അതാണ് മത്തായി സുവിശേഷം 11:28. അതിലൂടെ പറയാൻ, നിങ്ങൾ എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പക്ഷേ നമുക്കൊട്ട് ആ ആശ്വാസം വേണ്ട. നമുക്ക് എടിപടി ഇപ്പം കിട്ടണം, ഈ അറ്റ് പ്രസൻറ്റ് എനിക്ക് കിട്ടണം. പക്ഷേ നമ്മൾ ഓർക്കുക, നമ്മളുടെ ഓരോ വേദനകളും ഒരു ചെറു സങ്കടം പോലും തമ്പുരാൻ്റെ മുൻപിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം.